ഇന്ന് എസ് സ്കൂളിൽ ആനുവൽ ഡേ 44th ആനുവൽ ഡേ സെലിബ്രേഷനിലാണ്. സീരിയലിൻ്റെ ഷൂട്ട്സ് നടക്കുന്നുണ്ട്, സിനിമയുടെ വർക്ക് നടക്കുന്നുണ്ട്. പഠിപ്പിക്കാനാണെങ്കിലും ഇങ്ങനെ ഫങ്ഷൻസിനാണെങ്കിലും സ്കൂളിൽ ചെന്നത് ഇറ്റ് റിമൈൻഡ്സ് മീ ഓഫ് ഓൾ മൈ ടീച്ചേഴ്സ്. അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ അത് സംസാരിച്ചപ്പോഴും എനിക്കതിന് വരത്തുള്ളൂ. ബാല്യകാലത്തിൽ തിരിച്ചു പോകുന്നതിനേക്കാളും ഒരു കൈൻഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, മനസ്സിലുള്ളൊരു സന്തോഷം. കുഞ്ഞുങ്ങളൊന്നും ആദ്യമായിട്ട് ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞാൽ സംസാരിക്കാനും പാട്ട് പാടാനൊക്കെ പറ്റിയത് സ്കൂളിലെ ടീച്ചേഴ്സ് ഇത്രയും ഫ്രണ്ട്ലി ആണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇറ്റ് ഗേവ് ഹർ മോർ ഹാപ്പി. അയ്യോ, ജീവിതത്തിൽ മറക്കാനാവാത്ത കുറേ അനുഭവങ്ങൾ ഉണ്ടെങ്കിലും, പക്ഷേ ഇത് എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ലൊരു മുഹൂർത്തം. കല്യാണം കഴിഞ്ഞു അതുണ്ട്, ഇനിയിപ്പോൾ അത് ഇതല്ലേ മുന്നേ ഉണ്ടായിരുന്നത് ചോദിക്കേണ്ടത്. പക്ഷെ ഇതൊരു അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെന്നെ എന്താണ് എനിക്കൊരു ഉദ്ദേശം കുഞ്ഞോളെ അത് പ്രസംഗിക്കാൻ പറ്റും, നിനക്കൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഇന്ന് ഞാൻ തെളിയിച്ചു. എനിക്ക് പറ്റുമെന്ന് തെളിഞ്ഞ് എനിക്കോട് പറ്റുന്നവരൊക്കെ ഞാൻ പ്രസംഗിച്ചു, പാട്ടൊക്കെ പാടി ഹാപ്പി ആയിരുന്നു. നമുക്ക് ലൈഫ് ഈ ജീവിതത്തിൽ ഈ ഒരു ദിവസം മറക്കാൻ പറ്റാത്ത ദിവസം. കുട്ടികളോട് പറയുന്നതായിട്ട് ഒരുപാട് ആ ടൈമിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ തെറ്റിലേക്ക് പോകരുതെന്നല്ലേ പറയുന്നത്. ഇപ്പോൾ പഠിക്കണം. നമ്മളിപ്പോൾ അച്ഛനമ്മമാർ തള്ളിവിടും അവിടുത്തേക്ക് ഒരു സ്കൂളിലേക്ക് തള്ളിവിടുക. അപ്പം അവിടുത്തെ അധ്യാപകരും തള്ളുന്നുണ്ട്. നമ്മളാ തള്ളുന്ന മുന്നോട്ട് തന്നെ പോകണം, തിരിച്ചിങ്ങോട്ട് വരരുത് ഒരിക്കലും. അങ്ങനെ പോകണം. അത് ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടാണ്. ചില മക്കൾക്ക് അത് ഇഷ്ടപ്പെടില്ല. നമ്മൾ പറയും തോറും അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, ഒരു ശല്യം തന്നെ. ആ ഒരു ലക്ഷ്യത്തിലെത്തുമ്പം അവർക്കത് ബോധ്യമാവും എന്തുകൊണ്ടാണ് എൻ്റെ അച്ഛനമ്മ ഇങ്ങനെ തള്ളിയത്, എന്തിനാണ് അധ്യാപകർ തള്ളിയത്. അതാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഇത് ഹ്യൂമൻ ടെൻഡൻസിയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് നടക്കാനാവാത്ത പ്രായത്തിൽ നമുക്ക് അച്ഛനമ്മമാരുടെ കൈ വേണം. ഒന്ന് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരമാണ്. നമ്മൾ ആ കൈ അങ്ങ് കളഞ്ഞിട്ടങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വലുതായി ഞാൻ എന്തോ നേടി എന്ന് പറഞ്ഞ് അങ്ങ് എവിടെയെങ്കിലേക്ക് മാറി നിൽക്കുമ്പോൾ ഒരു സമയത്ത് നമ്മൾ റിയലൈസ് ചെയ്യും അച്ഛനമ്മമാരായിരുന്നു ശരി എന്ന്. ആ സമയത്ത് വിഷമിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ അവരവിടെ ഉണ്ടാവണം. പലപ്പോഴും പല ആൾക്കാരും അത് മിസ് ചെയ്യുന്നു. ഞാൻ ദുബായിലുണ്ടായിരുന്നപ്പോൾ പലരോടും പറഞ്ഞിട്ടുണ്ട്, ചെറുപ്രായത്തിൽ 4 വയസ്സിലും 5 വയസ്സിലും എൻ്റെ കൈ പിടിച്ച എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവർക്ക് ഒരു കൈത്താങ്ങ് വേണം എന്ന് തോന്നുമ്പോൾ ഞാൻ അടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു മകനായിട്ട് കാര്യമില്ല. അപ്പോൾ കുഞ്ഞുമോൾ ഇപ്പോൾ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞതും ഒരു ഏർലി പ്രായത്തിൽ നമ്മളെല്ലാം ക്യാരിഡ് അവേ ആവും. കാരണം ഹോർമോണൽ കെമിക്കൽ ചേഞ്ചസിലും കൂടി നമ്മൾ വളരെ ക്യാരിഡ് അവേ ആവും. നമുക്ക് നമ്മുടെ കാര്യമാണ് വലുതെന്നൊക്കെ തോന്നും. പക്ഷെ ചെന്ന് പെട്ട് കഴിഞ്ഞ് ഇപ്പോൾ കുഞ്ഞുമോൾ റിവ്യൂ ചെയ്തത് ആ സമയത്ത് നന്നായിട്ട് പഠിക്കാമായിരുന്നു. പക്ഷെ അവിടെ എന്ത് പറ്റി, സഡനായിട്ട് സ്റ്റഡീസ് സ്റ്റോപ്പായി, ലൈഫിൻ്റെ ചാലഞ്ചസ് ഫേസ് ചെയ്ത് തുടങ്ങി. അത് ഇപ്പോൾ ഈ സ്കൂളിൽ വന്നപ്പോൾ പറഞ്ഞ് വിഷമിച്ചതാണ് ശരിക്കും. ലൈഫിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തു എന്നുള്ളത്. ഇനി അങ്ങനെ ആരും മിസ് ചെയ്യരുത് എന്നുള്ളതാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടപ്പെട്ടത് തന്നെയാണ്. ഞാനിപ്പോൾ എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുക. അത് എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിഞ്ഞൂടെ. ഒരുപാട് ആൾക്കാർ അതാ ഞാനത് പറയുകയും ചെയ്തു. ഞാൻ അവിടെ ആ സ്റ്റേജിൽ ഇരുന്നപ്പോഴും അവിടെ ജസ്റ്റ് നടന്നപ്പോൾ ഒത്തിരി ആൾക്കാർ ഞാൻ അവിടെ കണ്ടില്ല. അവരുടെ പുറത്ത് വന്നപ്പോഴാണ് ഇത്രയും ജനങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയത്. പക്ഷെ ഒരാൾ പോലും നമ്മളോട് എന്താണ് മാറി നിൽക്കുക അങ്ങനെ ഒന്നും ചെയ്തില്ല. ഫുള്ള് നമ്മളെന്താണ് ചേർത്ത് പിടിച്ച് അതെന്താ പറയേണ്ടത്, അത് സത്യമാണ്. മനസ്സിനിങ്ങനെ എങ്ങനെ എന്താ ആ ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാർ നമ്മളെ കൂടെ നമ്മളത്രയും സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നറിയാം.